ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷിലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റംബൂട്ടാൻ പ്ലാന്റ് നടുന്ന വിധവും അതുപോലെ തന്നെ അതിൻ്റെ പരിചരണ രീതികളും ഒക്കെയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് കൃഷിലോകം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓളെന്നുകൂടി സെലക്ട് ചെയ്യുക. റംബൂട്ടാൻ തൈ നടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, വളം ചെയ്യുമ്പോൾ വിവിധ പ്രായത്തിലുള്ള ചെടികൾക്ക് എങ്ങനെയൊക്കെയാണ് വളം ചെയ്യേണ്ടത്, ഒരേ സമയം കായ്ക്കാനായിട്ട് നമ്മൾ എന്ത് വളം ചെയ്യണം, കായ്കൾ ഉണ്ടായതിനു ശേഷം നമ്മൾ പ്രൂൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, റംബൂട്ടാൻ കർഷകനായ അഡ്വക്കേറ്റ് ബാബു ജോസഫ് സാറിന് സംഭവിച്ച ഒരു അപാകതയും ഈ വീഡിയോയിൽ നമ്മളുമായിട്ട് അദ്ദേഹം ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പല രീതിയിലുള്ള തൈകളെ കണ്ടു. അപ്പോൾ ഇതിനകത്ത് ഏതെല്ലാം ടൈപ്പ് തൈകളുണ്ട്, ഇനങ്ങൾ അത് ഏതൊക്കെയുള്ള അതിന്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളും? അതിന്റെ വ്യത്യാസം എനിക്ക് എൻ്റെ അറിവുകൾ അതിൽ ശരിക്കും പരിമിതമാണ്. എങ്കിൽ കൂടിയിട്ട് എൻ്റെ എക്സ്പീരിയൻസിന്റെ അറിവ് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എക്സ്പീരിയൻസ് പിന്നെ ഞാൻ വായിച്ചിട്ടുള്ള അറിവ്, കാരണം റംബൂട്ടാൻ ഈ മലേഷ്യൻ കൃഷി ഇവിടെ വന്നിട്ട് 11 കൊല്ലത്തോളമായിട്ടുള്ള അതിലൊരു 9 കൊല്ലമായി ഞാൻ തന്നെ ചെയ്തു. അപ്പോൾ എനിക്ക് മുമ്പുള്ള 2 വർഷ കാലഘട്ടം ഹോം ഗ്രൗണ്ട് പോലത്തെ വലിയ വലിയ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു റെനി, അദ്ദേഹത്തിനൊക്കെ എനിക്ക് അറിയാവുന്ന ഒരാൾ, അദ്ദേഹമൊക്കെ ചെയ്തിട്ടുള്ള പരിചയങ്ങളുണ്ട്. അത് 10-12 വർഷം മുമ്പ്. അവരിൽ നിന്ന് ചിലപ്പോൾ ഇതിൽ കൂടുതൽ അനുഭവങ്ങൾ കിട്ടുമായിരിക്കും. എങ്കിലും എൻ്റെ ലിമിറ്റഡ് അറിവിൽ ഞാൻ കൃത്യമായിട്ട് പറയും. സാധാരണ രീതിയിൽ നമുക്ക് ഫസ്റ്റ് N18 മലേഷ്യ, N18 എന്ന് പറഞ്ഞ പേര് സൂചിപ്പിക്കുന്ന മാതിരി 18 കായ് കൂടി കഴിഞ്ഞാൽ 1 കിലോ ആവണം. പക്ഷെ നമ്മുടെ ഇവിടെ ചെയ്യുന്ന സമയത്ത് അത് 22-30 എത്തും. പക്ഷെ അതൊരു 18 നിർത്താൻ പറ്റി കഴിഞ്ഞാൽ കറക്റ്റ് N18, കാരണം അതാണ് അതിന്റെ ഇതനുസരിച്ച് നമ്പേഴ്സ് 18 എന്നുള്ള പേരാണ് പറയുന്നത്. പിന്നെ നിൽക്കുന്നത് റോങ് റിയ. N18 മലേഷ്യയാണ്. റോങ് റിയ എന്ന് പറഞ്ഞാൽ തായ്ലൻഡാണ്. ഇതാണ് റോങ് റിയ. ഇതിപ്പോ നിങ്ങൾക്ക് എനിക്ക് വളരെ അപൂർവമായിട്ടൊരു തൈ കിട്ടി. അതിനൊരു 10ഓളം തൈകൾ വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത വർഷം കായ്ക്കും. അപ്പൊ അടുത്ത വർഷം ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് റോങ് റിയാന്റെ കായ കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് റോങ് റിയാണ്. ഇനി ഇതിൽ വേറൊരു ഐറ്റം ഉണ്ട്, മൾവാന എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഇതാണ് മൾവാന. അത് മൾവാന. അതപ്പോ എവിടത്തുകാരനാ? അതുമ്പോ കായയായി മൾവാന. അത് മലേഷ്യൻ ആണെന്ന് തോന്നുന്നു. എനിക്ക് ചെറിയ സംശയമുണ്ട്. മൾവാന കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. അതപ്പോ 2 വർഷമായിട്ടുണ്ടോ ബഡ് ചെയ്തിട്ട്? ഇല്ല, ഇതിപ്പോ നമുക്ക് സ്റ്റമ്പ് കിട്ടിയിട്ട് ഒരു 2.5 വർഷമായിട്ടുള്ളൂ. 2 വർഷം കഴിഞ്ഞപ്പോ കായ്ച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, അത് 2 വർഷം കഴിഞ്ഞാലും കായ്ക്കും എന്ന് പറയുന്നത്. അത് എനിക്ക് എന്നെ സംബന്ധിച്ച് 1.5 വർഷം കഴിഞ്ഞ് കാഴ്ച തെയ്യുണ്ട്. പക്ഷെ അത് പറയാൻ കൊള്ളില്ല, ആളുകളത് പോസ്റ്റിംഗ് ആണെന്ന് അറിയാം. അത് പറയും, എല്ലാവർക്കും പറയാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ റോങ് റിയർ ഉണ്ട്, മൾവാന ഉണ്ട്, N18 ഉണ്ട്, പിന്നെ E35 എന്ന് പറഞ്ഞ മഞ്ഞ ഐറ്റം ഉണ്ട്. പിന്നെ അങ്ങനത്തെ ഐറ്റത്തിൽ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്, കേരളത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കൂടുതലായിട്ട് ആളുകൾ കൃഷി ചെയ്യുന്നത് N18. അതിനൊരു വലിയൊരു കാരണം എന്ന് വെച്ചാൽ N18 ഇവിടെ മലേഷ്യയിൽ നിന്ന് കൂടുതൽ കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് കോൺഗ്രംകാരാണ്. അപ്പോൾ അവർ വലിയ വൈഡായിട്ട് തൈകൾ കൊടുത്തു. അതാണ് ഏറ്റവും വലിയ അടിസ്ഥാനം. പക്ഷേ N18 അത് എന്ത് അവർ പ്രചരിപ്പിച്ചാലും നല്ലൊരു ഐറ്റമാണ്, നല്ലൊരു വെറൈറ്റിയാണ്. ഏറ്റവും വലിയ കാരണം കുരു കുറവാണ്, നല്ല ഫ്ലഷ് ഉണ്ട്, നല്ല സ്വീറ്റി ഫ്ലഷ്. നമ്മളിപ്പോ ഇവിടെ എല്ലാം N18, കിങ്ങും ഉണ്ട്, N18 ഉണ്ട്, എൻ്റെ E35 ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ N18 ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഇത് നന്നായിട്ടുണ്ടാവും. അത് ഏറ്റവും വലിയ കാര്യം. കുറെ കൊഴിഞ്ഞു പോകും, അത് ഇതിന്റെ ഒരു ജെനറ്റിക്സ് ആണ്, കുറെ കൊഴിഞ്ഞു പോകും. പക്ഷെ നന്നായിട്ട് ഈ സാധനം ഉണ്ടാവും N18 ഗുണം. പിന്നെ N18 ഏറ്റവും വലിയൊരു ആസ്പെക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിലേക്ക് നന്നായിട്ട് പ്രതികരിച്ച്, നമ്മൾ വളത്തിനോട് നന്നായിട്ട് പ്രതികരിച്ച് നന്നായിട്ട് അത് പ്രൊഡക്ടിവിറ്റി കാണുന്നുണ്ട്. അപ്പോൾ N18 ആണ്. ഇനിയിപ്പോൾ വരും, ഇനി അടുത്ത വർഷങ്ങളിൽ റോങ് റിയർ ഇപ്പോൾ നമ്മളെപ്പോലുള്ളവർ ചെയ്യുന്നുണ്ട്. റോങ് റിയറും മറ്റുള്ളവർ വരും. ഇനി E35 കൂടുതലായിട്ടുണ്ട്, മഞ്ഞ ഐറ്റം. പക്ഷെ അത് കമേഴ്ഷ്യൽ അല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമേഴ്ഷ്യലായിട്ട് നമുക്ക് വിൽക്കാൻ പറ്റുന്നത് ഇവിടെ തന്നെ നമുക്കൊരു 10-25 മരമുണ്ട്. അപ്പോൾ ഇത് എടുക്കാൻ പോകുന്ന കച്ചവടക്കാരൻ പറഞ്ഞാൽ സാറേ അത് ഞങ്ങൾക്ക് വില കുറച്ച് തന്നെ, പകുതി വിലയ്ക്ക് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം ഞാനത് വെക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുരുവിന് വലിപ്പം കൂടുതലും, കഴമ്പ് കുറവാണ്, സ്വീറ്റ് കൊള്ളാം. 24 ബ്രിക്സ് ഉണ്ട് അതിന്റെ സ്വീറ്റ് കപ്പാസിറ്റി. ഇതിന്റെ ഈ N18 20-22 ഉള്ളൂ. 20 മുതൽ 20 മുതൽ 22 വരെ ഉള്ളൂ. പക്ഷെ അത് മതി, അത് തന്നെ നല്ലതാണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ N18 തന്നെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ പറയും കടും മധുരം, അതിൽ കൂടുതൽ മധുരം ആവശ്യമില്ല. ഇതിന്റെ മധുരം അതിൽ കൂടുതൽ ആവശ്യമില്ല. അതിന്റെ എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ. അപ്പൊ നമ്മളപ്പോൾ N18 കൂടുതലായിട്ട് കൃഷി ചെയ്യാവുന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ കാര്യങ്ങൾ, മറ്റുള്ള ഐറ്റങ്ങൾ അവിടെ നിൽക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യം വെച്ചാൽ നമുക്കിതൊന്ന് ഇത് മണ്ണിൽ വെക്കുന്ന രീതിയെ പറ്റി ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. നമ്മൾ സാധാരണ രീതിയിൽ ഇത് വലിയ തൈയാണ്. ഇതിന് നമ്മൾ 2.5 അടിയെങ്കിലും വീതിയിൽ, 2.5 അടി വീതിയിൽ, 2.5 അടി നീളത്തിലും 2 അടി താഴ്ചയിലെങ്കിലും കുഴി എടുക്കേണ്ടി വരും. 100% കുഴി എടുക്കേണ്ടി വരും. അതിന് കുഴി എടുത്തതിന് ശേഷം ആ കുഴിയുടെ പകുതി, അപ്പോൾ നമ്മൾ ഒരു മരത്തിന് വേണ്ടിയിട്ട് ഒരു 1.5 കൊട്ട ചാണകം, 1.5 കിലോ വേപ്പും പിണ്ണാക്കും, 1.5 കിലോ എല്ലുപൊടി നമ്മൾ കരുതണം. 1.5 കിലോ വേപ്പും പിണ്ണാക്കും, 1.5 കിലോ എല്ലുപൊടി, 1.5 കൊട്ട ചാണകം കരുതും. എന്നിട്ട് നമ്മൾ കുഴി എടുത്ത് ആ കുഴിയുടെ പകുതി ആ ചാണത്തിന്റെ പകുതി 3/4 കൊട്ട ചാണവും, ആ വേപ്പൻ പിണ്ണാക്കിന്റെ ഒരു 3/4 കിലോ വേപ്പൻ പിണ്ണാക്കും, 3/4 കിലോ എല്ലുപൊടി എടുത്തിട്ട് നമ്മൾ പകുതി നിറയ്ക്കണം. പകുതി മണ്ണും ചാണവും വേപ്പൻ പിണ്ണാക്കും എല്ലുപൊടി ഇട്ട് നിറയ്ക്കണം. എന്നിട്ട് നമ്മൾ ഇത് ഉറ കീറി
ഈ ഉറയാണ് കയറി അടിയിൽ ജസ്റ്റ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ തുറന്നു വരും. തുറന്നു വന്നു കഴിഞ്ഞ് ഈ സാധനം നമ്മൾ ഇതെടുത്ത് കുഴിയിലോട്ട് വെച്ചു. കുഴിയിലോട്ട് വെച്ച് കഴിഞ്ഞ് ഇതാണ് ബെഡ് തുടങ്ങുന്ന സ്റ്റമ്പ്. അതെ, ഇത് വരുന്നത് നാടനാണ്. ഇത് കഴിഞ്ഞ് ബെഡ് തുടങ്ങുന്ന സ്റ്റമ്പ് ഇതാണ്. അപ്പോൾ ഈ ബെഡ് എന്ന് പറയുന്ന സാധനം ഇതൊരു 3 ഇഞ്ച് ഹൈറ്റ്. ഇതാണ് ജസ്റ്റ് ഒരു 3 ഇഞ്ച് ഹൈറ്റ്. തറ നിരപ്പിൽ നിന്നൊരു 3 ഇഞ്ച് ഹൈറ്റ്. ഇതാണ് സ്റ്റമ്പ്. ഇതിൽ നിന്ന് 3 ഇഞ്ച് ഹൈറ്റ് എങ്കിലും നമ്മൾ മണ്ണിന് പുറത്ത് നിർത്തണം. 3 ഇഞ്ച് ഹൈറ്റ് എങ്കിലും മണ്ണിന് പുറത്ത് നമ്മൾ നിർത്തിയിട്ട് നമ്മൾ ഈ തൈ അതിലോട്ട് വെച്ചു. അതിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സൈഡിൽ വീണ്ടും വേക്കൻ്റായിട്ട് സ്ഥലം ഉണ്ടാകും, ഗ്യാപ്പ് ഉണ്ടാകും. ആ മണ്ണിൽ ആ ബാക്കിയുള്ള ചാണകവും ബാക്കിയുള്ള എറുമണാക്കും എല്ലുപൊടി മണ്ണും കൂടി നിറച്ചു. ഇതിപ്പോൾ പകുതി ചാണം, പച്ചച്ചാണം അല്ല ഉണക്കച്ചാണം വേണ്ടേ? പച്ചച്ചാണം ബെസ്റ്റാണ്. അതെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ചൂടിന്റെ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. വെക്കാൻ നല്ലത് പച്ചച്ചാണം. കാരണം പച്ചച്ചാണത്തിൽ ഒന്നും വരാനില്ല. ആകെ കൂടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ചച്ചാണം നമ്മൾ ഡയറക്റ്റ് തൊഴുത്തിൽ നിന്ന് എടുക്കുന്നവരുത്. തൊഴുത്തിൽ നിന്ന് എടുത്തൊരു 4 ദിവസം ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പുളി പോയി കിട്ടും. ഒരു പുളി ഉണ്ട് ഇതിന്. ആ പുളി പോയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പച്ചച്ചാണമാണ് ശരിക്കും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കേൾക്കാൻ പറ്റും. അന്ന് വേനൽക്കാലത്ത് പച്ചച്ചാണം നല്ലത്. പച്ചച്ചാണം തന്നെ അതിൽ കുറേ വെള്ളം കൂടി ഉണ്ടാവും. അപ്പോൾ അതൊരു നമുക്കൊരു അശ്കത ഉണ്ടാവും. അപ്പോൾ അത് ഉണക്കച്ചാണം കിട്ടിയാൽ നല്ലത്. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് കിടക്കുന്ന സാധനമായിരുന്നു നല്ലത്. വേനൽക്കാലത്ത് ശരിക്കും ബെസ്റ്റ്. അപ്പൊ നമ്മളിപ്പോ ഇതിനകത്ത് പറഞ്ഞത് എല്ലാം പകുതി നമ്മൾ ഈ പറഞ്ഞ കണക്കിൽ നിന്ന് പകുതിച്ച വെച്ചിട്ടു, അടിയിലിട്ടു, അത് മൂടി. എന്നിട്ട് അത് മൂടി കഴിഞ്ഞാൽ അതിന്റെ പുറത്താണ് നമ്മൾ തൈ വെക്കുന്നത്. ഈ ഉറ കയറിയിട്ട് തൈ വെക്കും. അപ്പൊ അതിന്റെ സൈഡിൽ വീണ്ടും ഗ്യാപ്പ് വരും. ബാക്കിയുള്ള സൈഡിൽ കൂടി. അപ്പൊ ഈ പറഞ്ഞ മാതിരി ബെഡ് 3. അപ്പൊ ഈ മണ്ണിന്റെ ലെവലില് ആ വളവും പോകും. അപ്പൊ ഈ മണ്ണിന്റെ ലെവലില് നമ്മൾ മണ്ണിട്ട് കൊടുക്കും. ബാക്കിയുള്ളത് ഇനി മഴക്കാലത്ത് വെക്കുന്നതും വേനൽക്കാലത്ത് തൈ വെക്കുന്നതിന് 2 പ്രത്യേകതയുണ്ട്. മഴക്കാലത്ത് എന്താന്ന് വെച്ചാല് പൊലി കൂട്ടി വെക്കണം. ഈ 3 ഇഞ്ച് എന്ന് പറയുന്നത് ആ 3 ഇഞ്ച് പൊലി വരാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ബെഡ് മുകളിൽ 3 ഇഞ്ച് മുകളിൽ വെള്ളം കെട്ടാതെ 3 ഇഞ്ച്. ഇനി വേനൽക്കാലത്താണെങ്കിൽ അത് പ്രശ്നമില്ല. ലെവലിൽ വെച്ചാൽ ബെഡ് ലെവലിൽ വെച്ചെന്ന് വെച്ചാൽ നമുക്ക് കുഴപ്പമില്ല. എങ്കിലും കൂടിയിട്ട് 3 ഇഞ്ച് ഹൈറ്റ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ലത്, കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് നമ്മളൊരു തടം പിടിപ്പിക്കും. എന്താണെന്ന് വെച്ചാൽ തറനിരപ്പിന് വെച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന കാരണം കുറച്ച് മണ്ണ് അതിന് ശേഷം നമ്മൾ മാറ്റി വളർച്ചയുടെ കാലഘട്ടത്തിൽ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഒരു തടം പിടിപ്പിക്കും. നമ്മൾ വെള്ളം നനയ്ക്കുന്ന രീതി. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ കാണിച്ച കൂട്ടത്തിൽപ്പെട്ട ഒരു ചെറിയ തൈയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ 3 വർഷം കഴിഞ്ഞു. ഇതിപ്പോ കായ ഉണ്ടായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റമ്പിന് ശരിക്കും നമ്മൾ മണ്ണിൽ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതല്ല സ്റ്റമ്പ്. ഇതിന്റെ 3 ഇരട്ടി വലുപ്പം. അതാണ് ഞാൻ കാണിച്ചത്. അത് കണ്ടോളൂ, ശരിക്കും കണ്ടോ? ഇതേ തൈ തന്നെ. ഈ പ്ലാന്റ് തന്നെ നമ്മള് മണ്ണിൽ വെച്ചപ്പോഴുള്ള വ്യത്യാസമാണ്. സെയിം പ്രായത്തിലുള്ള തൈയാണത്. അതിന്റെ കട വണ്ണം നോക്കുകയാണെങ്കിൽ നല്ല വണ്ണം ഉണ്ട്. ജസ്റ്റ് കാണാൻ മാതിരി. ആ സെയിം പ്രായത്തിലുള്ള സെയിം തൈ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. സെയിം പ്രായത്തിലുള്ള തൈ എടുത്തിട്ട് ഇതേപോലെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റമ്പിൽ ആ മണ്ണിൽ വെക്കുമ്പോൾ ഒരു ഗുണം. ഇത് ശരിക്കും ഞങ്ങൾ കൊണ്ടുപോയ തൈയുടെ സെയിം ആയിരിക്കും. അതായിരിക്കണം സെയിം ആയിരിക്കും. കാരണം ഇതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സൈഡും ഒക്കെ പടന്ന് കേട്ടോ. ഞാൻ പറഞ്ഞു ആ സ്റ്റമ്പിന്റെ ഒരു 3 ഇരട്ടി 4 ഇരട്ടി ഒരു വർഷം കൊണ്ട് ഉണ്ട്. അതിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വളരീതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം കൃഷി എന്ന് പറഞ്ഞൊരു ടെക്നോളജി. ആ ടെക്നോളജി പ്രകാരം നമ്മളൊരു ഡിവോട്ടി ആയിട്ട് ഒരു അർപ്പണബോധമുള്ള ഒരാളായിട്ട് ചെയ്താൽ മാത്രം നമുക്ക് അതിന്റെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ്. ഞാൻ ഇനിയിപ്പോ അതിന്റെ വളരീതികളും ഇവിടെ നിന്നിട്ട് തന്നെ പറയാം. അതിന്റെ കാര്യം എന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ റംബൂട്ടാൻ തൈ വെക്കുന്നതിന് ഒരു കാലഘട്ടമില്ല. ആദ്യം മനസ്സിലാക്കാം. ഇന്ന സമയത്ത് വെക്കണമെന്നില്ല. ആ സമയം മഴക്കാലത്ത് വെച്ച ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീടുള്ളത് എല്ലാ ദിവസവും നനയ്ക്കണ്ടെന്നുള്ളൊരു ഗുണം മാത്രമേ ഉള്ളൂ മഴക്കാലത്ത് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ പ്രത്യേകിച്ച് വലിയ വളർച്ചയൊന്നും മഴക്കാലത്ത് കൂടാൻ പാടില്ല. ആ സമയം വേനൽക്കാലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചൂടിന്റെ ഒരു പ്രശ്നമുണ്ട്. ആ ഷെയ്ഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളർച്ചയ്ക്കൊന്നും കുറവൊന്നുണ്ടാവും. എന്റെ എക്സ്പീരിയൻസ് നന കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന കൊടുക്കുമ്പോഴാണ് റംബൂട്ടാൻ വേര് പൊട്ടി പെട്ടെന്ന് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ മഴക്കാലത്ത് കുറച്ച് തരിച്ചായിരിക്കും. വേനൽക്കാലത്ത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് ഡെവലപ്പ് ചെയ്തു വരും. അതെന്റെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ്. അപ്പൊ നമുക്ക് വളമിടുന്ന സമയം എന്ന് പറയുന്നത് ജൂൺ മാസം. ജൂൺ പകുതിയോടുകൂടി നമുക്ക് വളരാം. അത് ആദ്യത്തെ ഒരു സാധാരണ ഒരു മരത്തിനെ പറ്റി പറയാം. അപ്പം ഇനി ഉണ്ട് ജൂൺ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ പഴമൊക്കെ പറിച്ചു കഴിഞ്ഞു. തൈ ഉണ്ടായി കഴിഞ്ഞ് നമ്മൾ അതിന് തൈ നമുക്ക് കാച്ചു. നമ്മൾ വെക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഓൾറെഡി കായ ഉണ്ടായി നിൽക്കുന്ന തൈ തന്നെ. അപ്പോൾ കായ്ക്കുന്ന കാര്യത്തിനെ പറ്റി നമുക്ക് പ്രശ്നമില്ല. നമ്മൾ കാച്ച സാധനത്തിൻ്റെ കൊമ്പ് നമ്മൾ 1 അടി 1.5 അടി ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ പ്രൂൺ ചെയ്ത് ആ പഴം എടുക്കുന്നത്. പഴം എടുക്കുന്നത് ഇപ്പൊ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇവിടെ ഇതിന്റെ കായ നിൽക്കുകയാണെങ്കിൽ 1.5 അടി ഇറക്കി വെച്ച് നമ്മളത് മുറിച്ചു. അപ്പൊ അതിന്റെ പ്രൂണിങ്ങും ഓൾറെഡി കഴിഞ്ഞു. കായ പറിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രൂണിങ്ങും കഴിഞ്ഞു. അപ്പൊ നമ്മൾ നോർമലായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സാധാരണ രീതിയിൽ ജനുവരിയിൽ പൂത്തു. ജനുവരിയിൽ പൂത്തി കഴിഞ്ഞാൽ
മാർച്ചിൽ ആകുമ്പോഴേക്കും കായ വലുതായി കഴിഞ്ഞ് ഏപ്രിൽ പകുതി ആകുമ്പോഴേക്കും പഴം പറിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റിൽ കഴിഞ്ഞു, ഇനി മെയ് പകുതി കഴിയുമ്പോഴേക്കും പഴം കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ജൂൺ തുടക്കത്തിൽ തന്നെ പകുതിയിൽ വളരണമെന്നാണ്. അപ്പം മെയ് ലാസ്റ്റോടുകൂടി നമ്മുടെ പ്രൂണിങ്ങും കഴിഞ്ഞു. അപ്പം നമ്മൾ ജൂണിലാണ് നെക്സ്റ്റ് വളമിടേണ്ടത്. വളമിടുന്നതിന് പ്രത്യേകത ഒന്നുമില്ല. ഇതേപോലെ തന്നെ ഒരു കൊട്ട ചാടം, 1 കിലോ വേപ്പ് പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, ഫസ്റ്റ് ചെറിയ തൈയാണെങ്കിൽ 1 കിലോ വേപ്പ് പിണ്ണാക്ക്, 1 കിലോ എല്ലുപൊടി, ഒരു കൊട്ട ചാടം. പറിച്ചതിന് ശേഷം ഒപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒരു സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ആ സമയത്ത് കുറച്ച് 17 അല്ലെങ്കിൽ കുറച്ച് പൊട്ടാഷ്യം നല്ലതാണല്ലോ. 17 നല്ലത് വെച്ച് പൊട്ടാഷ്യം 17 കൂടി കുറച്ചിട്ടാണെങ്കിൽ അത് 100 ഗ്രാം വീതം, കൂടുതൽ വേണ്ട. 100 ഗ്രാം 17 അല്ലെങ്കിൽ 18 ആയാലും കുഴപ്പമില്ല. അതിൽ 3 മിക്സ് കിട്ടും. പിന്നെ 18 പൊട്ടാഷ്യം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ആ സാധനം കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന വളത്തിൻ്റെ ഒരു ബൂസ്റ്റിങ് കിട്ടിയിട്ട് അത് പറ്റും. അപ്പോൾ നമ്മൾ ജൂൺ മാസത്തിൽ ഇടുന്ന വളം എന്ന് പറയുന്നത് തൈ വലുതാകും, മരം വലുതായി കിട്ടും. മനസ്സിലായി? നെക്സ്റ്റ് വളം നമ്മൾ ഇടുന്നത് 2 പ്രാവശ്യം ഞാൻ വളം ഇടാൻ പറയുന്നുള്ളൂ. നെക്സ്റ്റ് നമ്മൾ വളം ഇടുന്നത് നവംബർ ആദ്യത്തിൽ അല്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റിലേക്കാണ്. ഒന്നില്ലെങ്കിൽ ഒക്ടോബർ ലാസ്റ്റ് അല്ലെങ്കിൽ നവംബർ ആദ്യ മാസം. അപ്പോൾ ഇതേ രീതി തന്നെ അപ്പോൾ ഇടുമ്പോൾ നിർബന്ധമായിട്ടൊരു കാര്യം ചെയ്തിരിക്കുന്നത് കുറച്ച് പൊട്ടാഷ്യം. കാരണം എന്താ വെച്ചാൽ പൊട്ടാഷ്യം പിന്നീട് വരുന്ന, അത് ജനുവരിയിൽ പൂക്കാൻ പോകുന്ന പൂവിനും നല്ലത്, ഉണ്ടാവുന്ന കായ്ക്കും നല്ലതാണ്. പൊട്ടാഷ്യം നിർബന്ധമായിട്ടിട്ട് ചില മണ്ണിൽ പൊട്ടാഷ്യം വേണ്ടിയില്ലായിരിക്കും, എങ്കിൽ കൂടി നമ്മൾ പറയുന്നത് വേറൊരു സാധനം നമ്മൾ ഇടുന്നത് ആവശ്യമില്ല. ആ സമയത്ത് ഇടേണ്ട ആവശ്യം നല്ലത് ചാണം തന്നെ. ചാളം വേപ്പ് പിണ്ണാക്കും എല്ലുപൊടി. ആട്ടുംകാട്ടം നല്ലത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ലത്. തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കാൻ പറയില്ല, കാരണം മരങ്ങൾ പോയിട്ട് ഒരു അനുഭവം എന്താണെന്ന് എനിക്കറിയില്ല. തമിഴ്നാട്ടിൽ അറക്കപ്പൊടിയല്ല, എന്തോ ഒരു പ്രത്യേക കാണുന്നുണ്ട്. അതെനിക്ക് എല്ലാം അല്ല കേട്ടോ, ചില സ്ഥലത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മൾ ഓൾറെഡി ഒക്ടോബർ നവംബർ മാസത്തിൽ വളമിട്ടു. അപ്പൊ നമ്മൾ അത് എന്ന് വെച്ചാൽ പൂക്കുന്ന ഘടകത്തിലേക്ക് കിട്ടി. ആ സമയത്ത് പൂക്കുന്ന ഘടകത്തിലേക്ക്. ഇനി നെക്സ്റ്റ് ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഓൾറെഡി അപ്പോൾ ഡിസംബർ ലാസ്റ്റിൽ പൂ വിരിഞ്ഞു, ജനുവരിയിൽ പൂവായി. അപ്പോൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം കൂടിയുണ്ട്. ആ കായ്ക്ക് ഒരു ചെറിയ തുടുപ്പ് കിട്ടാൻ സാധാരണ ഇതിൽ പൊട്ടാഷ്യം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒക്ടോബറിൽ നവംബറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ലേശം പൊട്ടാഷ്യം നമ്മൾ വിതറണം. നനച്ചിട്ട് ഒന്നില്ലെങ്കിൽ വിതറ, അല്ലെങ്കിൽ വിതറിട്ട് നനയ്ക്കുക, അല്ലെങ്കിൽ വെള്ളം കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പൂക്കാനായിട്ടൊരു കാര്യം കൂടി വേണം കൃത്യമായിട്ട്. അതായത് ഒക്ടോബർ നവംബർ നമ്മൾ വളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഡിസംബർ ലാസ്റ്റിൽ കണ്ടിട്ട് പൂക്കാൻ വേണ്ടിയിട്ട്, ഡിസംബർ പകുതിയോട് തന്നെ ആയിക്കോട്ടെ, പൂക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന 17 18 പെട്ടൊരു ബൂസ്റ്ററാണത്. കുറച്ച് മാത്രം, ഒരു 100-150 ഗ്രാം. വലിയ മരമാണെങ്കിൽ ഒരു 250 ഗ്രാം നനയ്ക്കുന്ന സമയത്ത് കൂട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ എന്താ ഗുണം എന്താണെന്ന് വെച്ചാൽ, എല്ലാം ഒരുമിച്ച് പൂക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യണം, എല്ലാം ഒരുമിച്ച്. ഒരു എന്താ പറയുക, നമുക്ക് ഒരാൾക്കൊരു നന്നായിട്ട് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ഒരു ഓടാൻ തോന്നില്ല, അത്രേ ഉള്ളൂ. ഇതൊരു ജീവനുള്ള ഒരു ജീവൻ തന്നെയാണ് സത്യത്തിൽ. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു കൂട്ടുകാരനാണത്. അപ്പൊ മനുഷ്യനെ നോക്കണ മാതിരി നോക്കുന്നു. അപ്പോൾ ഈ സാധനം നല്ല ബൂസ്റ്റിൽ ഒരുമിച്ച് പൂത്ത് കിട്ടും. ആ ഒരുമിച്ച് പൂത്ത് കിട്ടുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് കായ ഉണ്ടായില്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നുണ്ട്, പല സ്ഥലത്തും പല പഴുപ്പ് നിൽക്കുന്നു, പല സ്ഥലത്ത് പച്ചിച്ച് നിൽക്കുന്നു. അതിന്റെ കാരണം എനിക്ക് കഴിഞ്ഞ വർഷം എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടില്ല. മനസ്സിലായി? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്കൊരു കലാമിറ്റി ഫേസ് ചെയ്യേണ്ടി വന്നു. കലാമിറ്റി അല്ല, ഒരു മിസ്ഫോർച്യൂൺ എന്ന് പറയാം, ദൗർഭാഗ്യം. എനിക്ക് 2.5 വർഷം മുമ്പ് 3 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ട്. ആ ആക്സിഡന്റ് അതിൻ്റെ ഒരു ട്രോമയിൽ കുറച്ച് പണി കിട്ടി, വേറൊരു സർജറി എനിക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ കഴിഞ്ഞ വീഡിയോ കാണുന്ന ആളല്ല ഞാൻ. 10-12 കിലോ ഞാൻ കുറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാനത് ചോദിക്കുകയും ചെയ്തില്ല, മരം എന്തുകൊണ്ട് ഇത്രയും പൊങ്ങിയെന്ന് ചോദിച്ചു. അപ്പൊ അതെന്ന് വെച്ചാൽ കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് 3 സീസണായിട്ട് തന്നെ എനിക്ക് ഈ മരത്തിന് പ്രൂൺ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ കായ ഉണ്ടായി പറിച്ചു കൊടുത്തു. പക്ഷേ ഈ മരം 20 അടിയിൽ നമ്മൾ സ്റ്റേബിളായിട്ട് ഹൈറ്റ് ക്രമീകരിക്കേണ്ട മരം 35 അടിയിലും ഹൈറ്റിലേക്ക് പോയി. അതുകൊണ്ട് അവിടെ പ്രോപ്പറായിട്ട് വലയിടാൻ പറ്റില്ല. അത് നമ്മൾ കാണാൻ പോകും. ബാബു ജോസഫ് സാറിൻ്റെ കൂടുതൽ കൃഷി ടിപ്സുകൾ, കൃഷി അറിവുകൾ ഒക്കെ അറിയണമെന്നുള്ളവർ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ റംബൂട്ടാൻ എന്നെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ലൈക്സും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോ നമുക്ക് സാറിൻ്റെ തന്നെ വയ്ക്കാം. പുതിയ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നോട്ടിഫിക്കേഷൻ്റെ ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അടുത്ത കൊല്ലം അടുത്ത സീസണിൽ ഇതൊക്കെ അതിൻ്റെ ഒപ്പമുള്ള തൈക്കളാ അല്ലേ?